എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്നൊരു നെഞ്ചൊക്കെ ഉണ്ടാക്കാൻ പോവാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് അതിന് കുറെ പ്രൊസീജിയർ ഉണ്ട് ഗൈസ്. അപ്പം ഇത് എന്തായാലും 30 മിനിറ്റ്സിൽ ആവും. ചിലപ്പോൾ അതിനേക്കാളും കുറയ്ക്കാൻ ഞാൻ ശ്രമിക്കാം, ഞാൻ ഫാസ്റ്റ് ആക്കാം. പക്ഷെ എന്തായാലും 30 മിനിറ്റ്സ് ആവും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് അടിച്ചു പൊട്ടിച്ചേക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഗൈസ്. അപ്പൊ നമ്മളെ ഫസ്റ്റ് പ്രൊസീജിയർ എന്താന്ന് വെച്ചാൽ ഇതിനെ മടക്കി വെച്ചിട്ട് 2 പേപ്പർ എടുക്കുക. കാണുന്നില്ലടാ, 2 പേപ്പർ എടുക്കുക ഗൈസ്. ഈ 2 പേപ്പറും നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മടക്കുക, ഉണ്ടോ? അപ്പം മടക്കി ഈ പേപ്പേഴ്സ് നമുക്ക് അങ്ങോട്ട് നീക്കി വെച്ചേക്കാം. പിന്നെ എടുക്കുക ഇത്. അപ്പം നമുക്ക് അത് ആവശ്യമുള്ളൂ. അപ്പം നമുക്കിത് ആവശ്യമുള്ളൂ ഗൈസ്. നമുക്ക് ഇനിയിപ്പോൾ ഇത് രണ്ടും ഇങ്ങനെ മടക്കിയിട്ട് നമ്മളിത് ഇതിൻ്റെ ഈ ഇവിടെ കൊണ്ടുപോയിട്ട്, കാണുന്നില്ലടാ, ഇവിടെ കൊണ്ടുപോയിട്ട് ഇവിടെ ഇങ്ങനെ വെച്ച് പിന്നെ ഇങ്ങോട്ട് റോൾ ചെയ്യാൻ തുടങ്ങണം ഗൈസ്. റോൾ ചെയ്യണം. അപ്പോൾ നല്ല ഹാർഡാവും ഇത്. അത് കാരണമാണ് അവരിങ്ങനെ കുറേ പേപ്പർ വെച്ച് ചെയ്യാൻ പറയുന്നത്. ഇതിൽ കൂടുതൽ പേപ്പർ വെച്ച് കഴിഞ്ഞാൽ കൈ ഇടിഞ്ഞു പൊളിഞ്ഞു പോവും. നമുക്ക് വേണമെങ്കിൽ ചാർട്ട് പേപ്പർ യൂസ് ചെയ്യാം ഗൈസ്. എൻ്റെ ഇവിടെ ചാർട്ട് പേപ്പറിന് ഇപ്പോൾ വേസ്റ്റ് ചെയ്യുന്നില്ല. ഉണ്ടോ? ഇപ്പോൾ ഇത്രയും വലുതായിപ്പോയി. അപ്പോൾ നമുക്ക് ഞാൻ ഒന്ന് കുറയ്ക്കട്ടെ കേട്ടോ ഗൈസ്. ഒന്ന് കുറച്ചിട്ട് വരാവേ. കുറച്ച് ചെയ്യണം. എന്നാൽ ഞാൻ അത് ഓഫാക്കുന്നില്ല, കാണിച്ചു തരാമെങ്കിൽ. അതിന് കുറച്ച് ചെയ്യണം. കുറച്ച് ചെയ്തില്ലെങ്കിൽ സ്മോളായില്ലെങ്കിലേ സീനാണ്. സ്മോളാണ് നല്ലത്. ഡബിൾ നൈഫ് ഉണ്ടാക്കിയപ്പോൾ ഇല്ല ഗേസ്, എനിക്കൊരു അബദ്ധം പറ്റി ഗേസ്. എന്നാ പാടായിരുന്നു അറിയും. ഞാൻ അതൊക്കെ ഏറ്റുപിടിച്ച്. കാണുന്നില്ലേ ഗേസ്? ഇങ്ങനെ അതെ നമ്മൾ റോൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ഗ്ലൂ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ ഇതുണ്ടെങ്കിൽ ഇതുപോലത്തെ ഉണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ മറ്റേ ലിക്വിഡ് ഗ്ലൂ എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഗ്ലൂ സ്റ്റിക്കാട്ടോ, ഹെവി സ്റ്റിക്കാട്ടോ യൂസ് ചെയ്യണം. ഇവിടെ നമ്മളിവിടെ ഗ്ലൂ നന്നായിട്ട് പറ്റിയേക്കണം. കാരണം നമുക്കിത് നല്ല ഹാർഡായില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. കാരണം പിന്നെ അത് ഊരിപ്പോരും. നമുക്കൊരു ടിഷ്യൂ എടുക്കാം ഗൈസ്. ഇവിടെ നിന്ന് സൈഡിൽ ടിഷ്യൂ ഇരിപ്പുണ്ട്. ടിഷ്യൂ വെച്ച് നമുക്ക് ഇനിയിപ്പോൾ ആദമിനൊരു പണി കൊടുക്കാം ഗൈസ്. അല്ലെങ്കിൽ വേണ്ട ഗൈസ്, ചെയ്താലേ ചിലപ്പോൾ തെറ്റും. ഇതൊന്ന് അമക്കി പിടിക്കാനാ. അതുകൊണ്ട് നമുക്കൊന്ന് പിടിപ്പിച്ചെടുക്കണം. ഇപ്പൊ അതെ ഇതുപോലെ ആയിട്ടുണ്ട്. നമുക്കിത് ഈ സൈഡിൽ ഞാൻ മാറ്റി വെക്കാം. ഇതിവിടെ ഞാൻ വെച്ചിട്ടുണ്ട്, കുഴപ്പമില്ലടാ. അതുകൊണ്ട് നമുക്കിപ്പോ നമുക്ക് ഗ്ലൂ ക്ലോസ് ചെയ്ത് വെച്ചേക്കാം. എന്നിട്ട് അതുപോലെ 1 2 എടുക്കണം ആദ്യം. അത് കഴിഞ്ഞ് നമ്മൾ ഈ ഇത് കണ്ട 2 പേപ്പറുണ്ട്. തെറ്റാണെന്നൊന്നും പറയല്. അയ്യോ, ഇനിയിപ്പോൾ ഇങ്ങോട്ടാക്കുക. ആദ്യത്തെ സെയിം സ്റ്റെപ്പ് തന്നെ ഗൈസ്. ഞാൻ 2 ചെയ്ത് വെച്ചില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ വീഡിയോ ലെങ്ത് ഏറ്റവും കുറവിലായിരിക്കണം എന്നാണ് എൻ്റെ 3 മിനിറ്റ്സ്. അതിപ്പോൾ അങ്ങനെ ആയിരിക്കും. കുറച്ച് ഇനിയുണ്ട് കുറേ പ്രൊസീജിയർ ഗൈസ്. ഇവിടെ കുറച്ച് ഗ്ലൂ ആയിട്ടുണ്ട്, നമുക്ക് ഒന്ന് തേച്ച് കളയാം. അല്ലെങ്കിൽ നമ്മളിവിടെ വെച്ച് കഴിയുമ്പോൾ പണ്ടത്തെ ഓക്കെ ഗൈസ്. നമ്മളിത് ചെയ്തിട്ട് നമ്മളിത് വേറൊരു പേപ്പർ സൈഡിൽ നിന്ന് എടുത്ത് ഇതുപോലെ ഇങ്ങനെ വെക്കുക. അയ്യോ സെയിം സൈസിൽ വേണം ഗൈസ്. അല്ലെങ്കിൽ നമുക്ക് പണിയാം. സെയിം സൈസായില്ലെങ്കിൽ വൃത്തികേടാവും. ചേട്ടാ സെയിം സൈസ് അല്ലല്ലോ. ഇപ്പൊ സെയിം സൈസ് ആവൂടെ? നീ എൻ്റെ കോൺസെൻട്രേഷൻ കളഞ്ഞ്
ഒന്ന് ചെയ്ത് കഴിയുമ്പോൾ വലുതാവും. കണ്ടോ? ഇപ്പോൾ സെയിം ആവുക കൊണ്ടിരിക്കുക. സെയിം ആയോ? എടുത്ത് നോക്കി. നമുക്കൊന്ന് നോക്കാവേ. യെസ് ഗൈസ്, സെയിം ആണ്. കണ്ടോ? സെയിം ആണ് ഗൈസ്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ പിടിച്ചിട്ട് ബ്ലൂ ചേർക്കണം. ഗ്ലൂ ഇത്ര ഇതിൽ നമ്മൾ ചെയ്യുക. ഓപ്പൺ. ഓ ഷിറ്റ്. അല്ല ഗൈസ്, നമുക്ക് എല്ലാവരും ഞങ്ങൾ 200 സബ് എത്തിക്കണം. നമ്മൾ 200 സബിലേക്ക് എത്താറായിട്ടുണ്ട്. കാരണം ഇപ്പം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 135 ആണ്. 136 ആയതായിരുന്നു. ആരും അൺസബ്സ്ക്രൈബ് ചെയ്തു. പിന്നെയും അതാണ് ഞങ്ങൾ പറ്റിയത്. എല്ലാവരും ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം കേട്ടോ ഗൈസ്. പിന്നെ എങ്ങനെയുണ്ട് ഇത് ഉണ്ടാക്കിയതെന്നൊന്ന് പറയണം കേട്ടോ. ആരും കമന്റ് ചെയ്യില്ല ഗൈസ്. ബാക്കി 2-3 കമന്റ് ആണ് നമുക്ക് ഇപ്പൊ തന്നെ കിട്ടിയിട്ടുള്ളത്. ഗൈസ്, ഇനിയിപ്പോൾ നമുക്ക് ഒരു പേപ്പർ എടുക്കുക. ഈ പേപ്പർ ഇതേ ഇങ്ങോട്ട് നമ്മൾ മടക്കുക. കണ്ടോ? അവിടെ കറക്റ്റായിട്ട് മടക്കുക. ഞാൻ ചിലപ്പോൾ ഗ്ലൂ ആവശ്യം വരും, അതാണ് തന്നെ ചെയ്ത് വെക്കുന്നില്ല ഗൈസ്. ഓ മൈ ഗോഡ്. ഇവിടെ നമുക്ക് കുറച്ചും ഗ്ലൂ ഇരിപ്പുണ്ട്. ഗൈസ് ഒന്ന് തേച്ച് നമുക്ക് കുറെ ചെയ്യണം. ഗൈസ് ടേബിള് മൊത്തം പോയി കിടക്കുക. തടി വെച്ചോണ്ടാക്കി. ഇനിയിപ്പോൾ ഗൈസ് ഇവിടുന്ന് ടയർ ചെയ്യണം. കഴിയുമ്പോൾ അയ്യോ കേട്ടോ. ഓക്കെ ഗൈസ്, ഇത്രയും ചെയ്തു. ഇനിയിപ്പോൾ എന്തായിരുന്നു? ഇതല്ലല്ലോ. ഇനിയിപ്പോൾ ഗൈസ് നമുക്ക് ഇനി നെക്സ്റ്റ് ഞാൻ മറന്നുപോയി ഗൈസ്. അപ്പം ഞാൻ ഒന്ന് ഓർത്തെടുക്കുമായിരുന്നു. ഇങ്ങോട്ട് മടക്കുക നമ്മൾ. ഇതുപോലെ അല്ല, പേപ്പർ കട്ട് ചെയ്തല്ലോ, അതുകൊണ്ട് ഇതുപോലെ. അതുകൊണ്ട് നമ്മൾ ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ചെയ്യണം. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് ചെയ്യണം ഗൈസ്. അതിൻ്റെ ബാക്കി ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോവാണ്. അതിൻ്റെ മുമ്പ് ഞാൻ സൂം ഔട്ട് ചെയ്യട്ടെ. ഓക്കെ ഗൈസ്, ഇപ്പോഴാണ് കറക്റ്റ് ആയത് ഗൈസ്. ഞാൻ പറഞ്ഞ പോലെ ഇവിടുന്ന് ഇങ്ങനെ ചെയ്യുക. പിന്നെ നമ്മൾ ഇവിടുന്ന് കാണുന്നുണ്ടായിരുന്നു. ഇവിടുന്ന് ഇങ്ങോട്ട് ചെയ്യുക, ഇവിടുന്ന് ഇങ്ങോട്ട് ചെയ്യുക, ഇങ്ങനെ ആക്കുക. ഇത് നമ്മൾ ഇതുപോലെ ആക്കുക. ഒരെണ്ണം നമ്മൾ ഉണ്ടാക്കി. വെയിറ്റ് ഇടണം. ഇതിങ്ങനെ ആക്കുക ഗൈസ്. പിന്നെ ഒന്നുകൂടെ മടക്കുക. ഇപ്പം ഇങ്ങനെയായി. ആ രണ്ട് നമ്മളിത് ഇവിടുന്ന് ഇങ്ങോട്ടൊന്ന് മടക്കുക. ഇതുണ്ടോ? ഇപ്പം ഇതുപോലെയായി. ഇതുപോലെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മുടെ പ്രൊസീജിയർ എന്താണെന്ന് വെച്ചാൽ ഞാൻ സിസർ എടുത്തിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ പോയി എടുത്തതാണ്. ഗൈസ് ഞാൻ പറഞ്ഞു തന്നു ഇവിടെ. എന്നിട്ട് നടുക്ക് വെച്ചിട്ട് കട്ട് ചെയ്യുക. ഇതിൻ്റെ 2 മതി നമുക്കിപ്പോൾ. ഞാനിവിടെ അറിയാതെ ഒരെണ്ണം കൂടി ഉണ്ടാക്കി ഗൈസ്. എന്ത് ചെയ്യാനാണെന്ന് എനിക്കറിയില്ല. പൗച്ചിൻ്റെ അകത്ത് കയറ്റാം. ഓക്കെ ഗൈസ്, ഇത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയായിരിക്കും. നമ്മളിത് ഗൈസ്, ഇത് നമ്മളൊന്ന് ഗ്ലൂ ചെയ്യണമായിരിക്കൂലേ? അയ്യോ വെയിറ്റ് ഗൈസ്, ഒരു ഡൗട്ട്. ഞാൻ ഒന്ന് നോക്കട്ടെ. എന്താണ് പറയണത്? വെയിറ്റ് കേട്ടോ.
വേണ്ട എടാ കട്ട് ചെയ്യുക ഗൈസ്. അതുകൊണ്ടത് ഇങ്ങനെ 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 അയ്യോ ഇവിടെ വരെ ഇങ്ങനെ ചെയ്യുക. ഇവിടുന്ന് ഇതുപോലെ നമ്മൾ നമ്മുടെ മറ്റേ ഇതുണ്ടാക്കിയില്ലേ ഗൈസ്, അയ്യോ മറ്റേ കുഞ്ഞായ ഉണ്ടാക്കിയില്ലേ, ആ കുഞ്ഞായിയുടെ സെയിം സാധനം കേട്ടോ അത്. ആ കുഞ്ഞായ ഉണ്ടാക്കിയപ്പോൾ ഇത് എന്താ നമ്മുടെ കൈ ഇടാൻ പറ്റണത് അതായിട്ട് ഇത് ഉണ്ടാക്കണം. ഇവിടെ ഉണ്ടാക്കണ്ടേ ഇതിനകത്ത് അങ്ങനെ ഉണ്ടായിരുന്നോ? ഉണ്ടടാ. ശബ്ദം ടേബിൾ നീക്കുവാണോ? ആന്നേ ഗൈസ് ഞാൻ കാണിക്കാതെ ചെയ്യണം. ഇവിടെ നമുക്ക് കുറച്ച് ഗ്ലൂ വേസ്റ്റ് ചെയ്തിട്ട് പേസ്റ്റ് എന്തുവാടാ ഗൈസ്. വേണ്ടത് നമ്മളിവിടെ നെക്കി കൊടുക്കുക. വേണ്ട ഗൈസ് നമുക്ക് വേണമെങ്കിൽ സിസർ എടുത്തിട്ട് അതിൻ്റെ ഇതുണ്ടോ ഇവിടെ സാധനമുണ്ട് അതിൽ വെച്ചിട്ട് അവിടെ വരെ എത്തൂല സബാഷ്. ഇവിടെ നമുക്ക് നെക്കി പിടിക്കണം ഗൈസ്. അപ്പോൾ ഞാൻ എൻ്റെ ഫോൺ എടുത്തിട്ടുണ്ട്. ഫോണ് വെച്ചിട്ട് അത് എൻ്റെ വെയിറ്റുള്ള ഫോണാട്ടോ. അപ്പം അവിടെ ഒന്ന് ഇരിക്കട്ടെ ഗൈസ്. കണ്ടോ ഇവിടെ ഇരിപ്പുണ്ട് ഇതാട്ടോ. അപ്പോൾ നമുക്ക് ഇത് നമുക്ക് അതുപോലെ തന്നെ ചെയ്തെടുക്കുന്നത്. നമ്മൾ ചെയ്തെടുത്തിട്ട് കാണാം ഗൈസ്. മറ്റേത് 1 മിനിറ്റും കൊണ്ട് ഉണ്ടാക്കി ഞാൻ തീർത്തു. സൈഡിൽ കുറച്ച് ഗ്ലൂ ഇരിപ്പുണ്ട്. ഓക്കെ കുഴപ്പമില്ല. ഇത് ചെയ്യുക. നെക്കി പിടിച്ചിട്ട് ഒന്ന് ഞാനിവിടെ ഒരു കാണിച്ചു തരാവേ. കണ്ടോ ഇവിടെ എനിക്കില്ലേ ഒരു ഇത് സ്കെച്ച് പെൻസൊക്കെ പെന്നൊക്കെ വെക്കണ ഇതുണ്ട്. അതിൽ ഞാൻ വെച്ചിട്ട് അതിന് നല്ല കുറച്ച് വെയിറ്റ് ഉണ്ട് കേട്ടോ. സാധനങ്ങൾ ഇരിക്കണം കാരണം അവിടെ ഇരുന്നോട്ടെ. ചെയ്ത് തീരട്ടെ. അപ്പക്കളെ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകാം ഗൈസ്. അടുത്ത പരിപാടി എന്താന്ന് വെച്ചാൽ ഗൈസ് ഇടയ്ക്ക് പണി വാളിപ്പോയി ഗൈസ്. കാരണം എന്താ പറ്റിയെന്ന് വെച്ചാൽ ഇവിടെ ഇല്ലേ നമ്മൾ ഇത് സ്റ്റിക്ക് ചെയ്യണ്ടായിരുന്നു. ഞാൻ അതൊക്കെ എടുത്ത് മാറ്റിയത് താഴെ കൊണ്ടുപോയി ഇട്ടിട്ടുണ്ട്. താഴെ ഈ ബെഡല്ലല്ലോ. ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗൈസ് ഇത് ജസ്റ്റ് ഇതിൻ്റെ അകത്ത് കയറ്റുക. ഇതിങ്ങനെ വെക്കുക, ഒന്ന് താത്തുക. ഇത് ഇത്രയും അങ്ങ് ചെയ്താൽ മതിയായിരുന്നു. ഞാൻ എന്തൊക്കെ ആഡ് ചെയ്ത് തേങ്ങ ഞാൻ പണി പാളി ഗൈസ്. ഞാൻ ഇനിയിപ്പോൾ ഇത് ഇവിടെ വെച്ചിട്ട് ഞാൻ സ്റ്റിക്ക് ചെയ്യണം. അതിന് എൻ്റെ മാർക്കിംഗ് സ്ഥലം വേണം അറിയാനായിട്ട്. ഞാൻ ഒരു സ്കെച്ച് എടുത്തിട്ട് മാർക്ക് ചെയ്തു. ഇവിടെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ്. അയ്യോ കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ബ്രൈറ്റാ ഗൈസ്. അപ്പോൾ ഞാൻ വെയിറ്റ് ഒന്ന് ട്രൈ ചെയ്യട്ടെ ഗൈസ്. നോക്കട്ടെ കേട്ടോ. വേണ്ട ഇനിയിപ്പോൾ പണി ചെയ്ത് കൊളാക്കണ്ട വീഡിയോ. ഇനി ഇവിടെ ഞാൻ സ്റ്റിക്ക് ചെയ്ത് വെക്കണം ഗൈസ്. അപ്പോൾ ഞാൻ സ്റ്റിക്ക് ചെയ്യട്ടെ കേട്ടോ. എനിക്ക് തോന്നി ഈ ഗ്ലൂ സ്റ്റിക്കിനേക്കാളും ഭേദം ഗൈസ് നമ്മുടെ ഗ്ലൂ മറ്റേ ഇതില്ലേ വെള്ളം പോലെ ഇരിക്കണ ലിക്വിഡ് ഗ്ലൂ. നമ്മുടെ രണ്ടെണ്ണം ഉണ്ട്. പക്ഷെ അത് യൂസ് ചെയ്യണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഞങ്ങൾക്ക് ലിക്വിഡ് ഇഷ്ടമല്ല ഗൈസ്. എനിക്ക് ലിക്വിഡ് ഗ്ലൂ ഒട്ടും ഇഷ്ടമല്ല ഗൈസ്. എനിക്ക് സ്റ്റിക്ക് ഗ്ലൂ ഇഷ്ടം. ഞാൻ ഹേറ്റ് ചെയ്തൊരു സാധനം. സ്റ്റിക്ക് ഗ്ലൂ ചൊട്ടിച്ച ഞാൻ ഒരു വർഷം ഒട്ടിച്ചപ്പോ ഇവിടെ ഇതുപോലെ വെച്ചിട്ട് ഇതിനിപ്പോ ശരിയാവാൻ കൊറേ ആവും ഗൈസ്. കൊറേ എടുക്കും. അത്രയും പാടാ ഗൈസ്. ചേട്ടാ എന്നത്തെ പോലെ ഒരു പെൻസിൽ കുത്തിക്കിട്ട് വേണ്ട. ഇവിടെ വെച്ചു ഗൈസ്. ഇനിയിപ്പോ ഇവിടെ ഒട്ടിയോ ദൈവത്തിനറിയാം. ഇത് നോക്കുമ്പോൾ അറിയാം. ഗൈസ് സ്റ്റിക്കായിട്ടാ ഫസ്റ്റ് ട്രൈ തന്നെ ചെയ്തു.
ഗൈസ് അപ്പൊ നമുക്ക് ഇത് ഇവിടെ വെക്കാം. അതിന്റെ ഒരു വാക്ക് ഗൂഗു ഗാഗ. ഒരു കാർട്ടൂൺ ക്യാരക്ടർ അല്ലേ ഗൈസ്? എനിക്കത് അറിയില്ല ഗൈസ്, അത് കാർട്ടൂൺ ക്യാരക്ടർ ആണോന്ന് നിങ്ങൾ തന്നെ കമന്റ് ചെയ്യുക ഗൈസ്. ചിലവർക്ക് അറിയായിരിക്കും. തേക്കയുടെ ഞാൻ ഒന്നുകൂടെയും സ്കെച്ച് എടുത്ത് സ്കെച്ചിന്റെ അടുത്താ കേസ് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോ ഇതെടുക്കുക, എന്തേ ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ വെക്കുക, നന്നായിട്ട് ഗ്ലൂ പറ്റി 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 ചൂപ്പാക്കുക, സൂപ്പറാക്കുക. അതല്ലേ നമ്മുടെ മെയിൻ. എനിക്ക് വേണമെങ്കിൽ കളർ പേപ്പർ യൂസ് ചെയ്യാം ഗൈസ്, കാരണം പക്ഷെ ഇവിടെ കളർ പേപ്പർ കുറച്ച് സ്റ്റോക്ക് കയറുവാണ് ഗൈസ്. അത് കാരണം വെറുതെ ചെയ്ത് കുറെ സ്കൂളിലെ ആക്ടിവിറ്റീസ് ചെയ്യാൻ എടുക്കാം. അല്ലാതെ ഇതുപോലത്തെ പരിപാടിക്ക് ആരെങ്കിലും ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കും ഗൈസ്? ഇല്ല, നോ നെവർ. ഗൈസ് ഇനിയിപ്പോൾ ഒന്നാമത്തെ പിടിക്കാം. അടുത്ത പണി ഇനിയിപ്പോ എന്തായാലും ചെയ്തു തീരട്ടെ ഗൈസ്. എന്റെ ഫുള്ള് ശക്തി. ഓക്കെ പെർഫെക്റ്റ്. ഓക്കെ ഗൈസ് ഇതും ശരിയായി. ഗൂഗിൾ ഗാഗ എന്താണെന്ന് പോലും അറിയില്ല ഗൈസ്, ചുമ്മാ പറയുക. കമന്റ് ചെയ്തേക്കണേ ഗൈസ്. രണ്ടും ശരിയായിരിക്കുന്നു. നമുക്ക് ഇത് വെച്ചിട്ട് ഡബിൾ നൈഫ് ഉണ്ടാക്കിയാലോ? വേണ്ട. ഓക്കെ ബൈ ബൈ ഗൈസ്. ഡബിൾ നൈഫിന്റെ സെക്കൻഡ് ഉണ്ടാക്കണോ? അല്ല ഡബിൾ നൈഫ് അല്ല, നൈഫില്ലേ ഈ ഞാനൊരു സോഡ ഉണ്ടാക്കിയല്ലേ ഗൈസ്, ഇത്ര ഉള്ളൊക്കെ ഒരു ടേബിളിന്റെ ഇത്ര ഉള്ള ഒരു സോഡ ഉണ്ടാക്കിയായിരുന്നു ഞാൻ. അപ്പൊ ആ സോഡിന്റെ സ്മോള് ഞാൻ ഇന്ന് ഉണ്ടാക്കും ഗൈസ്. ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും ചിലപ്പോ. ഒരു നൈഫ് നൈഫ് പോലെ. ഇപ്പൊ എന്റെ കയ്യിൽ ഒരു നൈഫ് ഉണ്ട്, ഇങ്ങനെ ഓപ്പണബിൾ നൈഫ്. ഇനിയിപ്പോ ഇങ്ങനെ കവർ ചെയ്യണ നൈഫില്ലേ, അതുപോലത്തെ നൈഫ് ഉണ്ട് ഉണ്ടാക്കണം എനിക്കിപ്പോ. ഇനിയിപ്പോ ഗൈസ് എന്താ നെക്സ്റ്റ് പ്രൊസീജിയറിന് ഇപ്പൊ പറയാം ഗൈസ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താന്ന് വെച്ചാൽ ഇപ്പൊ ചെയ്തു ഗൈസ്, ടൈം കളയണ്ടല്ലോ. ഇത് ഒരു A4 എടുക്കുക, അതൊന്ന് നമ്മൾ ആദ്യം ചെയ്തതുപോലെ ഹാഫ് ആക്കുക. ഇത് ഇങ്ങോട്ട് മടക്കുക. ആദ്യം നമ്മളിത് ഈ സാധനം ഇതുണ്ടാക്കാനായിട്ട് എടുത്തില്ല, അതുപോലെ തന്നെ നമ്മളിപ്പോ ചെയ്യുക. ഗ്ലൂ ഒന്ന് നമുക്ക് അടച്ചു വെച്ചെങ്കിൽ ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ ആദ്യം ഇത് ചെയ്തില്ലേ, അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ അത് ചെയ്യണം. ഇതുപോലെ ആദ്യം ചെയ്തു, രണ്ടത് ഇനിയിപ്പോ അത് ഇങ്ങോട്ട് ചെയ്തു. നല്ല ഹാർഡാ ഗൈസ്, ഹാർഡാ വിചാരിക്കുന്ന പോലെ അല്ല. നമ്മളിപ്പോ വീഡിയോ കാണുമ്പോ ഓർക്കും ഈസിയാണ്, ഓക്കെ ആണ്, പെർഫെക്റ്റ് ആണ്, ഫ്രഷ് ആണ്. പിന്നെ ഞാൻ ഉദ്ദേശിച്ചത് നല്ല ഹാർഡ് പേപ്പറാണ്. ഓടാണ്. പിന്നെ പേപ്പറില്ലേ, A4 അല്ലേ? A4 ഭയങ്കര ഹാർഡാ. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ മറ്റേ സൂപ്പർ ആയിട്ടുള്ള നിഞ്ച ബ്ലേഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്റെ കളർ പേപ്പർ വെച്ചാ നമ്മള് നിഞ്ച സ്റ്റാർ ഒരെണ്ണം ഉണ്ടാക്കിയപ്പോ റെഡിന്റെ ഒരെണ്ണം ഉണ്ടാക്കി, റെഡ് ആൻഡ് ഗ്രീൻ ഉണ്ടാക്കിയപ്പോ നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞായിരുന്നു കമന്റ് ചെയ്യുക ആരുടെയെങ്കിലും ഞാൻ പേര് ഞാൻ ഇതിൻ്റെ അകത്ത് എഴുതൂന്ന് ഞാൻ പറയായിരുന്നു. ആരും കമന്റ് ചെയ്തില്ല കേട്ടോ. ഞാൻ ഭയങ്കര സാഡായിരുന്നു. സെൻഡിയാടാ ഗൈസ്. ഞാനേ ഇനിയിപ്പോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായാലും ഞാൻ പറയാവേ. വെയിറ്റ്, ഇവിടെ എന്തോ ഞാൻ പറയുന്നുണ്ടല്ലോ. ഓക്കെ ഇതുപോലെ ഒന്ന് മടക്കുക. ഞാൻ മറന്നു വേറൊന്ന് നോക്കി ഗൈസ്, അതാണ് സമയം പോയ ആണല്ലേ. ഇവിടെ നമ്മളത്
ഇവിടെ ഒന്ന് സ്ട്രെയിറ്റ് ആക്കാൻ. ഗൈസേ എൻ്റെ പൊന്നേ, സീൻ ഇന്ന് ഞാൻ നെഞ്ചൊക്കെ ഉണ്ടാക്കും ഗൈസ്. ഇത് ഞാനാ പറയാം, നൈസ് സീൻ നെഞ്ചൊക്കെ ഉണ്ടാക്കും. ഇങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടിരുന്ന സമയം പോകും. യെസ്, ഇത് കണ്ടോ, ഇതുപോലെ നമ്മൾ ചെയ്യുക. പിന്നെ ആദ്യം ചെയ്ത പോലെ തേന്ന് നമ്മൾ വീടം മറിഞ്ഞ് പോയിരിക്കണു. അവിടെ നിന്ന് നമ്മൾ ഡെഡായി. പിന്നെ ഇവിടുന്ന് അല്ല തെറ്റിപ്പോയി. പിന്നെ മടുത്തു ചിലപ്പോ തെറ്റിപ്പോവാ. ഓക്കെ എങ്ങനെയായിരിക്കും ഉദ്ദേശിക്കണേ? ഇങ്ങനെ ആദ്യം ഗൈസ് തെറ്റിപ്പോയി ഗൈസേ. ഇത്രയും നേരം ചെയ്ത് നിങ്ങൾ മറന്നു കേട്ടോ. എന്നിട്ട് ഇവിടുന്ന് തൊട്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്തു. ചെയ്യുവാണെങ്കിൽ, ചെയ്യുന്നില്ലെങ്കിൽ വേണ്ട. നമ്മളൊരു പറയും ചെയ്യണമൊന്നും ചെയ്യൂല ആരും. നമ്മളൊന്നുമല്ലേ. അയ്യോ, ഞാൻ പിന്നെ സെൻഡ് ചെയ്യാണല്ലോ ഗൈസ്. ഒന്ന് ഞാൻ ചെയ്തിട്ട് വരാവേ ഗൈസ്. ഇതുപോലത്തെ 3 ഉണ്ട്, 1 2 3. അപ്പൊ അതേ നമ്മൾ ആദ്യം ഇവിടുന്ന് ഇങ്ങനെ എടുത്തില്ലേ. അപ്പൊ അതേ ആദ്യത്തെ ഇവിടുന്ന് ഞാൻ ഇവിടെ ഇപ്പൊ കട്ട് ചെയ്ത് കളയപ്പോഴാണ്. കട്ട് ചെയ്ത് കളയുമല്ല, നമുക്ക് അത് ആവശ്യമാണ്. അതാണ് ഇവിടുന്ന് ഇങ്ങോട്ട് ആക്കുക. എടാ ഗൈസ്, ഞാൻ പിന്നെ പറയാൻ മറന്നുപോയി ഇൻട്രോ എടുത്തപ്പോ. നമ്മുടെ നിഞ്ച സാധനമാണിത് ഇപ്പൊ ഉണ്ടാക്കുന്നത്. നമ്മുടെ നിഞ്ച സീരീസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഇനി കുറെ നമുക്ക് ഉണ്ടാക്കണം നിഞ്ചയുടെ സാധനങ്ങൾ. ഞാൻ ഉണ്ടാക്കും ചിലപ്പോ പറ്റുവാണെങ്കിൽ. എല്ലാവരും എനിക്ക് ഇരിക്കണം. അയ്യോ, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഞാൻ കടക്കൂ. ഓക്കെ ഗൈസ്, ഇതുണ്ടോ 3. പിന്നെ അതിൻ്റെ 3 കൂടി ഉണ്ടാക്കണം ഗൈസ്. 6 വേണം നമുക്ക്. അപ്പൊ അതുണ്ടാക്കിയിട്ട് നമുക്ക് കാണാം ഗൈസ്. 6 ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. 6 ഉണ്ടാക്കിയിട്ട് നമ്മൾ ഒരെണ്ണം എടുക്കുക. ഇങ്ങനെ ഒരു റിങ് പോലെ ആക്കിയിട്ട് ഒട്ടിക്കല്ലോ. ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിക്കണം. അങ്ങനല്ലേ? അതെ ഗൈസ്. ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിക്കുക. എന്നിട്ട് നമ്മൾ കറക്റ്റ് ഷേപ്പിലേക്ക് എത്തിക്കണം ഗൈസ്. ഇവിടെ നിന്ന് ഇവിടം വരെ എത്തിക്കണം. അതാണ് നമ്മുടെ ടാസ്ക് ആണ് ഗൈസ്. വെരി ടാസ്ക്, ബിഗ് ടാസ്ക്. എന്നാ ചേടാ വന്നു. അതിനെ കൊണ്ട് പറ്റൂല. എന്തൊരു കഷ്ടപ്പാടാന്നറിയോ ഗൈസ്. അയ്യോ, ഞാൻ 15 minutes ആയി ഇരിക്കാൻ തുടങ്ങിയിട്ട്. അല്ല, 11 minutes ആയി ഇരിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഇത് തന്നെ എനിക്ക് ക്യാമറ എങ്ങനെ നോക്കണം? നീ മര്യാദക്ക് നോക്കൂല. ഇത്ര നേരം പിന്നെ ഞാൻ ഇവിടെ ഇരിക്കണേ. നീ ചുമ്മാ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ചേട്ടൻ കറക്റ്റാണെന്ന് നോക്കി തരാനല്ലേ ഇരിക്കണം. പിന്നെ അല്ലാതെ എന്നാലും ഞാൻ ഇരിക്കുന്നില്ല. നീ എന്നെ എപ്പോഴാ ചതിക്കണേന്ന് എനിക്കറിയില്ല. അമ്മ ചതിച്ച പോലെ ഞാൻ അമ്മ എപ്പോഴാണ് ചതിച്ചേ? ചുമ്മാ അറിയാം. റിങ് പോലെ ആക്കിയിട്ട് ഇവിടെ ഇങ്ങനെ ഞെക്കി പിടിക്കുക. മൊത്തം ഉണ്ടാക്കണം ഗേസ്. ഞാൻ ഉണ്ടാക്കിയിട്ട് കാണാം. എൻ്റെ അപ്പക്കളെ ഇവിടെ ഒരു പെട്ടി ഉണ്ടാവും, ഞാൻ അതിൻ്റെ അകത്തുണ്ടാവും, പിന്നെ കുറെ മണ്ണ് സൈഡിൽ ഇരിപ്പുണ്ടാവും. എല്ലാവരും കൂടി വന്ന് മൂടിക്കും. ഓക്കെ, ബൈ. അയ്യോ ഗൈസ്, my name is Ethan Sakri Jindo, Adventures of Ethan. ഓക്കെ, യൂട്യൂബ് ചാനലുള്ള ആളാണ്. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയ സാധനത്തിന്റെ പേരെന്താന്ന് ചോദിച്ചാൽ ഇത്ര നേരം മേക്കിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു.
മേക്കിംഗ് വീഡിയോ കണ്ടു എന്ന് വിചാരിക്കുന്നു. എന്തായിരുന്നു എന്ന് വെച്ചാൽ ഇത് ആദ്യം നമുക്ക് BR അംബേദ്കർ സാറിന്റെ അടുത്ത് ചോദിക്കാം. സാറേ, ഞാനിപ്പോ എന്താ ഉണ്ടാക്കിയേ? എനിക്ക് വയ്യണോ അറിയാൻ. അയ്യോ അയ്യോ അയ്യോ, എടാ നീയേ നെഞ്ചക്കല്ലേ ഉണ്ടാക്കിയേ? എനിക്ക് മനസ്സിലായി കണ്ടപ്പോ. ഞാനിപ്പോഴും അപ്ഡേറ്റഡാടാ. ആ അതെ BR അംബേദ്കർ സാറേ കേട്ടോ. സാറ് പറഞ്ഞ കേട്ടോ, സാറിന് വരെ അറിയാം, നിങ്ങളും അറിയണം. എന്താ നെഞ്ചക്ക് ഇല്ലീഗൽ. പെടല് വിളിക്ക് സാറേ, പെടല് വിളിക്ക്. പെടല് വിളിക്ക്. അയ്യോ ഒടുങ്ങി. ഗൈസ് ഓക്കെ, നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഇപ്പൊ അതെ കണ്ണാടി ഇവിടെ തന്നെ വെച്ചേക്കാം. എടാ ഇവിടെ ഇടാ. ഓക്കെ, എന്നാ ഇവിടെ ഇരിക്കട്ടെ. സാറേ കണ്ടോ, എങ്ങനെയുണ്ട് സാറേ? പറയേ. ആണോ സൂപ്പറാണ്, നല്ല രസമുണ്ട് കാണാൻ. ആ സാറ് പറഞ്ഞോ. ഇപ്പൊ നിങ്ങളും പറ. കണ്ടോ, പ്രഷ്യസ് ഗൈസ്. ഇതിന്റെ വില എത്രയാണെന്ന് വെച്ചാലേ, കുവൈറ്റിൽ എത്രയാണെന്നറിയോ നമുക്ക്? 100 KD ആണ് നെഞ്ചക്ക്. ഇത് നമ്മള് വലിയ പ്രശ്നത്തിനൊന്നും ഉപയോഗിക്കാം. പക്ഷെ ചെറിയ ചെറിയ കുഞ്ഞു പ്രശ്നങ്ങൾക്കൊന്നും നമ്മൾ ഇത് വെരി ഇല്ലീഗൽ. ദിസ് ഇസ് വെരി ബാഡ്. ഇത് ചീത്ത സാധനമാണ് ഗൈസ്. ഇത് ഞാൻ ഉണ്ടാക്കിയത് ലാസ്റ്റ് ആയപ്പോ ഞാൻ ഇത് ചെയിൻ അല്ലേ, ഈ ചെയിൻ പേപ്പർ വെച്ചാട്ടോ ഗൈസ്. നിങ്ങൾ എന്നെ പോലെ തെറ്റ് കാണിക്കല്ലേ. ഞാൻ അതിന് വേണ്ടി ഒരു സാമ്പിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു സാമ്പിൾ ഗൈസ്. ഈ സാധനം ഇതിന്റെ അകത്തില്ലേ, ഇതിന്റെ അകത്ത് വേണമായിരുന്നു കുത്തി കയറ്റിയിട്ട്. എടാ അനങ്ങ അറിയ. അയ്യോ ഗൈസ്, ഇതിന്റെ അകത്ത് ഇവിടെ ഇതിന്റെ അകത്തോട്ട് ഇത് കയറ്റിയിട്ട് വേണമായിരുന്നു ഒട്ടിക്കാൻ. ഞാൻ എന്താ ചെയ്തേ, ഇങ്ങനെ പുറത്ത് വെച്ചൊട്ടിച്ചിട്ട് ഇപ്പൊ ഇതുപോലെയാ ഇരിക്കുന്നത്. ഇത് കണ്ടോ, തുറന്ന് പൊളിഞ്ഞിരിക്കുക. എസ്കേപ്പ് ആവണ്ട, പിടിക്കൂടാ ഞാൻ. അപ്പൊ ഗൈസ്, ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ നെഞ്ചക്കാണ്. ഓക്കെ, ഇത് സൂപ്പർ സാധനമാണ് ഗൈസ്. ഈ സാധനം നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ വേദനിച്ച് പപ്പടം പോലെയാവും. അതാണ് ഇതിന്റെ പ്രത്യേകത. ഓക്കെ ഗൈസ്, गाइस मेरे वीडियो गुड करो, लाइक करो, शेयर करो, सब्सक्राइब करो. हिंदी मालूम नहीं है सो इंग्लिश मलयालम मंग्लिश പറയാം. this is ഇതാണ് ഗൈസ്, ഞാൻ ചുമ്മാ പറയാണ് ഗൈസ്. ഇത് നെഞ്ചക്ക്. അപ്പോൾ പുതിയ വീഡിയോയില് നമുക്ക് നാളെ കാണാം. നാളെ നമ്മൾ നൈഫ് ഉണ്ടാക്കും ഗൈസ്. നൈഫ് അതിൻ്റെ കഴുത്തിൽ നമുക്ക് വരയ്ക്കാം ഗൈസ്. ഇത് വെച്ചിട്ട് ഇപ്പം അവന് 2 എണ്ണം കൊടുത്തിട്ട് വരാം ഗൈസ്. ഇതപ്പം എങ്ങനെ ഉണ്ടെന്ന് BR അംബേദ്കർ സാർ പറഞ്ഞു, നല്ല സൂപ്പർ പൊളി സാധനമാണെന്ന്. ഇനി നിങ്ങൾ പറ, ഇതെങ്ങനെയുണ്ട് സാധനം. നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് അടിച്ച് പൊട്ടിച്ചേക്കുക. അപ്പൊ നമുക്ക് പുതിയ വീഡിയോയിൽ പിന്നീട് കാണാം. അതുവരയ്ക്കും ഗുഡ്. അവിടെ പോയി റിമോട്ടാ ഗൈസ്. ഗുഡ് ബൈ. ഇത് ഇഷ്ടപ്പെട്ടോ നമുക്ക് ഒന്ന് പറയണം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് പ്ലീസ് ഗൈസ്. നമുക്ക് എങ്ങനെയെങ്കിലും
എല്ലാവർക്കും പറ്റും. ഓക്കെ ഗൈസ്, ബൈ. നമുക്ക് പുതിയ വീഡിയോയിൽ പിന്നെ കാണാം. അതുവരെയ്ക്കും ബൈ.